SFI ആണ് കൊലപാതകം ചെയ്തത്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ്, ഒരു സംശയവും വേണ്ട. ഇത്രയധികം നരഭോജികൾ, ഒരാൾ മരിച്ച് മണ്ണോടടിഞ്ഞിട്ട് ആ മൃതദേഹത്തെ പോലും അപമാനിച്ചുകൊണ്ട് മരിച്ച്. ഹോസ്റ്റലിൻ്റെ മേധാവി എന്ന് പറയുന്നത് ഡീനാണ്. അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. കൃത്യവിലോപമല്ല, മനഃപൂർവ്വമായി ഗുരുതരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥി അക്ഷയ് എന്ന് പറയുന്ന ആളാണ് ഈ 19-ാമൻ. ഇയാളാണ് ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്, ഇയാൾ MM മണിയുടെ അടുത്ത ബന്ധുവായതല്ല. നമസ്കാരം. SFI ഗുണ്ടകൾ സിദ്ധാർത്ഥിനെ വകവരുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് 18 കുറയുകയും ചെയ്തു. ആ 19-ാമൻ ആരാണ് എന്ന ചോദ്യവും നിലവിൽ ഉയർന്നു നിൽക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. ഈ സിദ്ധാർത്ഥിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഡീനിനെയും അസിസ്റ്റൻ്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തു എങ്കിലും അവരും ഈ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ സത്യത്തിൽ പങ്കാളികളാണ്, കൂട്ടാളികളാണ്. ഈ ഒരു സസ്പെൻഷൻ മാത്രം കൊണ്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഇത് ആദ്യം മുതൽക്കേ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങൾ പരിശോധിക്കണം. ഇത് ആത്മഹത്യയാണ് എന്നാണ് ആദ്യം ഇവരൊക്കെ SFIയും പറഞ്ഞത്, സർക്കാരും പറഞ്ഞത്, ഡീനും പറഞ്ഞത് ആദ്യം ആത്മഹത്യ എന്നാണ്. പക്ഷേ അതിനുശേഷം കുടുംബം ഇതൊരു കൊലപാതകമാണെന്ന് ആരോപിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി 18ഓളം മുറിവുകൾ, ആ മുറിവുകളിൽ തന്നെ ഗുരുതരമായ മുറിവുകൾ ഉൾപ്പെടെ പട്ടിണി കിടന്നു എന്നതിൻ്റെ ഉൾപ്പെടെ തെളിവുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ദുരൂഹ സാഹചര്യത്തിലുള്ള മരണമാണ് എന്ന് പോലും സമ്മതിക്കാൻ ഇവർ തയ്യാറായത്. അതിനുശേഷം ഇത് കൊലപാതകമാണ്, ഇത് തൂക്കിക്കൊന്നതാണ്, കെട്ടിത്തൂക്കിക്കൊന്നതാണ് എന്ന വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത് ഒരു നടപടിയും എടുക്കില്ല, ഡീൻ പാവമാണ്, കുറ്റക്കാരനല്ല എന്നാണ് പറയുക. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് സംഘടനകളുടെയും കുടുംബത്തിനെയും പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് ഡീനിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ തുനിഞ്ഞത്. പക്ഷേ അതുകൊണ്ട് പോരാ, കാരണം ഈ ഡീൻ ഇതിന് നേരിട്ട് ഉത്തരവാദിയാണ്. കാരണം എന്താ, ഈ ഹോസ്റ്റലിൻ്റെ മേധാവി എന്ന് പറയുന്നത് ഡീനാണ്. അത് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. 18-ാം തീയതി 12:30 ഒരു വിഷയത്തിൽ വൈകുന്നേരം 4:30 മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അതായത് 4 മണിക്കൂർ നേരം ഡീൻ കൃത്യവിലോപമല്ല, മനഃപൂർവ്വമായി ഗുരുതരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതും മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ഒരു ബോഡി, ആ മരിച്ചു കിടക്കുന്ന ബോഡി പോലീസ് വരുന്നതിന് മുമ്പ് കെട്ടഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി തെളിവുകൾ നശിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നത് എന്നാണ് ഞങ്ങളും കുടുംബവും വിശ്വസിക്കുന്നത്. അത് ഡീനിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതും മാത്രമല്ല, 16-ാം തീയതിയും 17-ാം തീയതിയും ആ ഹോസ്റ്റലിനകത്ത് ഇത്ര ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം നടന്നിട്ട് ഈ കേവലം 300 മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന ഡീൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും മൂടന്മാരുടെ സ്വർഗത്തിലല്ല ജീവിച്ചിരിക്കുന്നത്. ഡീൻ മനഃപൂർവ്വമായ ഒരു നിശബ്ദത അവിടെ പുലർത്തി, SFIക്കാരനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള നിശബ്ദത പുലർത്തി എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അതും മാത്രമല്ല, ഏറ്റവും അവസാനമായി ഡീന് ഒരു പത്രസമ്മേളനം നടത്തി. ഈ ഡീന് കുടുംബത്തെ വിളിച്ചറിയിച്ചില്ല. ഈ പത്രസമ്മേളനത്തിൽ പോലും ഈ മരിച്ച മണ്ണോടണിഞ്ഞ കൊലപാതകം ചെയ്ത ആ പാവം പയ്യനെ, 21-കാരൻ ആ പയ്യനെ അപമാനിക്കാനാണ് ഈ ഡീൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഡീനിനെ കൂടി പ്രതിപ്പട്ടികയിൽ ചേർത്ത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ടില്ല. പിന്നെ കേരളം മുഴുവൻ സമരമാണ്. നിങ്ങൾ ഈ തെരുവ് പരിശോധിച്ച് നോക്ക്. ഇത്രയധികം സമരം ഈ അടുത്ത കാലത്ത് എന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ CPO റാങ്ക് ഉദ്യോഗാർത്ഥികൾ അവർ സമരം ചെയ്യുകയാണ്. അപ്പുറേ ശമ്പളം കിട്ടാത്തതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്നു. അതിൻ്റെ തൊട്ടപ്പുറേ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വനാതിർത്തിയിലെ ആളുകൾ സമരം ചെയ്യുന്നു. അതിൻ്റെ അപ്പുറേ മതസാമുദായിക സംഘടനകൾ സമരം ചെയ്യുന്നു. ഇത്രയധികം സമരങ്ങൾ കണ്ട ഈ തലസ്ഥാനത്തിൻ്റെ തെരുവ്, ഇത്രയധികം സമരം കണ്ട കാലം കണ്ടിട്ടുണ്ട്. അതായത് ഈ ഭരണകൂടത്തിന് കാട്ടാന ചവിട്ടിക്കൊല്ലുന്നതല്ല വിഷയം, മുള്ളംപന്നി അല്ലെങ്കിൽ മരപ്പട്ടി മുള്ളുന്നതാണ് പ്രശ്നമെന്നുള്ളത് നമുക്കറിയാം. മുഖ്യമന്ത്രി ഇതിനകത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇതിനൊക്കെ എതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൂടാതെ ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത് ഈ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് 18 പേർക്കെതിരെ ഈ നടപടി എടുത്തിട്ടുള്ളൂ. ഈ 19-ാമൻ ആരാണ് എന്നുള്ള ചോദ്യവും നിലവിൽ ഉയർന്നു വരുന്നില്ലേ? ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ഇന്ന് സമരപന്തലിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി അക്ഷയ് എന്ന് പറയുന്ന ആളാണ് ഈ 19-ാമൻ. ഇയാളാണ് ഇതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്, ഇയാൾ MM മണിയുടെ അടുത്ത ബന്ധുവായത് അല്ലെങ്കിൽ അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹൃത്തായതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചു നിർത്തുന്നത്. ഇത് തന്നെയാണ് CK ശശീന്ദ്രൻ വയനാട്ടിലും ചെയ്തത്, ഗഗാറിൻ വയനാട്ടിലും ചെയ്തത് തന്നെയാണ്. പാർട്ടിയാണ് സംരക്ഷിക്കുന്നത്. SFI ആണ് കൊലപാതകം ചെയ്തത്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ്, ഒരു സംശയവും വേണ്ട. ഈ 18-ാം തീയതി സിദ്ധാർത്ഥ് മരിക്കുന്ന ദിവസം
ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മുഖ്യപ്രതി ആക്കണമെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയധികം നരഭോജികൾ, ഒരാൾ മരിച്ച് മണ്ണോടടിഞ്ഞിട്ട് ആ മൃതദേഹത്തെ പോലും അപമാനിച്ചുകൊണ്ട് മരിച്ചയാളുടെ ആത്മാവിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ 18-ാം തീയതി മരിച്ചു കഴിഞ്ഞ ഒരാൾക്കെതിരെ ഒരു വ്യാജ കംപ്ലയിൻ്റ് ഉണ്ടാക്കി ആ കംപ്ലയിൻറ്റ് 19-ാം തീയതി ഫയലിൽ സ്വീകരിച്ച് 20-ാം തീയതി അതോറിറ്റിക്ക് കൈമാറി 26-ാം തീയതി അതിന് കീഴിൽ ഒപ്പിട്ട് നടപടിയെടുത്ത ആ അധ്യാപകരിലെ ആ അധ്യാപകരെ, ആ അധമമായ നരഭോജികളായ ഇത്രയധികം അപരിഷ്കൃതമായ ഈ അധ്യാപകരെ എന്ത് വിളിക്കണം? അവരെയൊക്കെ വിളിക്കാൻ വാക്കുകളില്ലാഞ്ഞിട്ടല്ല, നല്ല നല്ല വാക്കുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ മാന്യത അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ആ അധ്യാപകരൊക്കെ മനസ്സിലാക്കിക്കോ, ഇതിനകത്ത് കൂട്ടുപ്രതി ചേർക്കപ്പെട്ട് അവരൊക്കെ തുറങ്കിലടയ്ക്കുന്ന കാലഘട്ടം വരും. കാരണം വ്യാജ പരാതി കൊടുത്ത് ഒരു പെൺകുട്ടിയുടെ പേരിൽ മൃതദേഹത്തെ മരിച്ചയാൾ അപമാനിക്കാൻ ശ്രമിക്കുന്ന എത്രയോ അധികം മാനുഷിക പരിഗണനയില്ലാത്ത ഇതുപോലുള്ള അധമ സമൂഹമല്ലേ കോളേജ് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ആശങ്ക. ഞാനിപ്പോൾ ആ പെൺകുട്ടി ഏതാണെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തതയില്ല. കാരണം ഈ പെൺകുട്ടി ഇതേവരെ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു പരാതി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ പെൺകുട്ടിയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു പരാതി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പരാതിയിൽ മരിച്ചതിന് ശേഷം നടപടിയെടുത്തതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ കെട്ടിച്ചമച്ച പരാതിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അതല്ല, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതികരിക്കും.